നിൽക്ക്. ആ വിലങ്ങെടുക്ക്. വാടാ പരിച്ചായി. വേണ്ട മോനെ, ഈ സ്ഥിതി പോയി കാണണ്ട. വേണ്ട നടക്കാം. നടക്കണോ? തുറക്കണോ? ആ വേറെ എന്താടാ കുഞ്ഞിരാമ, എല്ലാരും കൂടി ചേർന്ന് അനന്തേട്ടനകത്താക്കിയല്ലേ? എന്തിന്? എനിക്കൊന്നും അറിയില്ല. നീയല്ല, നിന്റെ മുതലാളി ഉണ്ടല്ലോ, ചേക്കുടി സഹോദരന്മാര്, അവരാണ് എന്റെ കാരണക്കാര്. മുതലാളിമാര് തമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും പലതും ചെയ്തെന്ന് വരും. അതിന് എന്നോട് പറഞ്ഞിട്ട് എന്നാ കാര്യം? ആ നിന്റെ മുതലാളിയുടെ ശുക്രൻ ഉദിച്ചു, ഇനി ആരെയും പേടിക്കണ്ടല്ലോ. ഇതാണ് നമ്മുടെ ഹോട്ടലിന്റെയും ഷോപ്പിംഗ് കോംപ്ലക്സിന്റെയും മോഡൽ. 1 2 3 4 5 6. എടോ മാത്തുക്കുട്ടി, 9 നിലയ്ക്ക് തന്നെ കിടക്കട്ടെ ഫൗണ്ടേഷൻ. പിന്നെ വേണമെങ്കിൽ കെട്ടാവല്ലോ. മുനിസിപ്പൽ സാങ്ഷന്റെ കാര്യത്തെക്കുറിച്ച് താൻ പേടിക്കൊന്നും വേണ്ട. നമുക്ക് ആഭ്യന്തരമന്ത്രിയെ കൊണ്ട് തന്നെ തറക്കല്ലൂരിക്കണം. ആഭ്യന്തരമന്ത്രി ഇരുന്നോട്ടെ, പക്ഷെ മുഖ്യമന്ത്രി തന്നെ വേണം തറക്കല്ലിടാൻ. എന്തിനാടോ? അത് വേണം വർക്കിച്ചേട്ടാ. ആഭ്യന്തരമന്ത്രി നമ്മുടെ ആളല്ലേ. കല്ലിട്ടാലും ഇല്ലെങ്കിലും പുള്ളിക്കാരന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. മുഖ്യമന്ത്രിയെ ഒന്ന് പ്രത്യേകം ഗവനിക്കുന്നത് നല്ലതല്ലേ? അതൊക്കെ പിന്നെ തീരുമാനിക്കാം. പക്ഷെ അതിനു മുമ്പ് സ്ഥലത്ത് നിന്ന് ആന്റണിയെ ഒഴിപ്പിക്കണം. വേണം. കോടതിയിൽ നിന്ന് ആ സ്റ്റേ ഒന്ന് വെക്കേറ്റ് ചെയ്ത് കിട്ടിയാൽ ബാക്കി കാര്യം ഞാൻ ഏറ്റു. നമ്മുടെ സ്ഥലത്തിനോട് ചേർന്ന് കിടക്കുന്ന പുറമ്പോക്ക് പതിച്ചു കിട്ടുന്ന കാര്യം എവിടെ വരെയായി? അതൊക്കെ താനെ ശരിയായിക്കൊള്ളുന്നേ. ഏതായാലും എന്റെ ആളുകളെ തൊട്ടവന്റെ കൈയൊടിക്കൊന്ന് വീരവാദം മുഴക്കാൻ ഇപ്പൊ അകത്തായില്ലേ? നിന്റെ നിർബന്ധം കൊണ്ടാ. ഇല്ലെങ്കിൽ അയാൾ പുറത്തു നിന്നാലും ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെ തള്ളിക്കളയണ്ട. അനന്തൻ പറഞ്ഞാൽ ചെയ്യും, ചെയ്തിട്ടുണ്ട്. എന്റെ കുട്ടിക്കാലം മുതൽ ഞാൻ അനന്തനെ അറിയുന്നതാണ്. ഓ പിന്നെ പോലീസ് വകുപ്പും മന്ത്രിയും നമ്മുടെ കയ്യിലുള്ളപ്പോഴോ? അതൊക്കെ ഇപ്പോഴല്ലേ ഉണ്ടായത്. കഴിഞ്ഞ ആഭ്യന്തരമന്ത്രി ശേഖരൻ രാജിവെക്കുന്നത് വരെ അനന്തൻ രാജാവ് തന്നെയായിരുന്നു. അയാളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്ര പാടുപെട്ടെന്നറിയാവോ? ലാത്തി ചാർജ് വരെ ഉണ്ടായി. ചെറിയാൻകുട്ടി എവിടെ? അവൻ വീട്ടിൽ കാണും.
എന്തോ നേടാ ചെറിയാൻകുട്ടി രാവിലെ വലിച്ചു കയറ്റുന്നേ? ഏയ് ഒന്നുമില്ല, ഒരു നീർവീഴ്ച പോലെ. അതാ. അതോ അനന്തം പുറത്തിറങ്ങിയ പകരം ചോദിക്കുന്നുള്ള ഭയമാണോ? ആർക്കാ ഭയം? എനിക്കോ? അതൊക്കെ ഇച്ഛായനേ ഉള്ളൂ. അല്ല വർക്കിച്ചേട്ടാ, ഉടനെ എങ്ങനെ അനന്തം മുതലാളിയെ പുറത്തു വിടുമോ? ആരടാ മോലാളി? അല്ല, മുതലാളി എന്ന് വെച്ചാൽ പഴയൊരു മുതലാളിയല്ലേ, ചെറിയാൻകുഞ്ഞിന്റെ അപ്പന്റെ പഴയ പാർട്ണർ ആയിരുന്നില്ലേ? എന്ന് വെച്ചാ ഇപ്പൊ മുതലാളിയൊന്നും അല്ല. അപ്പന്റെ പാർട്ട്ണർ അങ്ങേരൊരു സാധു മനുഷ്യനായിരുന്നു. അതറിഞ്ഞ് ഇവ ശരിക്കും പറ്റിച്ചതാ. ഇനി ഇപ്പൊ നിങ്ങളുടെ സമയം. തിരിച്ചു ചോദിച്ചോ, ആര് വേണ്ടാന്ന് പറഞ്ഞു? അല്ലടാ ബാവേ? അതെ അതെ, ഇഷ്ടം പോലെ ചോദിക്കുകയും വാങ്ങുകയും ചെയ്യാം. അല്ല, ഒരു സെക്കൻഡ്, ഒരു കാര്യം ചോദിച്ചോട്ടെ. അല്ല വർക്കിച്ചേട്ടാ, അനന്തം മുതലാളി അല്ല അനന്തൻ, അയാളെ ഉടനെ വിടുവോ അതോ കുറച്ചു ദിവസം അവിടെ കിടത്തുവോ? 6 മാസം മിനിമം. പിന്നെ ബോർഡ് കൂടി തീരുമാനിക്കും. വേണം തോന്നിയാ പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യാം. എങ്കിൽ സർക്കാർ ചെലവിൽ ഒരു 5-6 വർഷം അവിടെ തന്നെ കിടക്കട്ടെ, കൊഴുക്കട്ടേന്ന് തിന്ന്. ഇന്നാൾ അനന്തൻ എന്റെ കരണക്കുട്ടിക്ക് ഒരെണ്ണം തന്നിട്ട് ചെവിയുടെ പെരിസ്ട്രോയ്ക്ക് അതെറിച്ചു പോയി. ആ CI ഭരതൻ തന്നല്ലേ അനന്തനെ അറസ്റ്റ് ചെയ്തത്? പിന്നെ അത് ഞാൻ SP യോട് പ്രത്യേകം വിളിച്ചു പറഞ്ഞിരുന്നു അവനെ തന്നെ അയക്കണമെന്ന്. കാരണം ഭരതൻ അനന്തന്റെ ഒരു പഴയ വിരോധിയാ. 3-4 വർഷം മുമ്പ് ഭരതൻ ഇവിടെ ട്രാൻസ്ഫർ ആയി വന്നപ്പോ അന്ന് തന്നെ അനന്തനുമായിട്ട് നടക്കി. അന്ന് അനന്തന്റെ പുഷ്കരകാലമായിരുന്നത് കൊണ്ട് 24 മണിക്കൂറിനകം ഭരതനെ സ്ഥലം മാറ്റിച്ചു. ഇതിന്റെ വൈരാഗ്യം ഭരതനിൽ കാണാതിരിക്കുവോ? അല്ല, 6 മാസത്തിന് മുമ്പ് അനന്തന് പുറത്തിറങ്ങാൻ പറ്റില്ലേ? അതിന് എന്നെ പോലുള്ള ആളുകൾ വിചാരിക്കണം. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ 180 ദിവസം തീരും. അത് കഴിഞ്ഞാല് നീ കണ്ടോടാ വാവേ, ഇതിപ്പോ തുടങ്ങിയതല്ലേ ഉള്ളൂ. അല്ലേ വർക്ക് ചേട്ടാ? പിന്നെ ആരോ കാണാൻ വന്നിരിക്കുന്നു. എല്ലാരും ഉണ്ടല്ലോ. നീ എപ്പോ വന്നു? ഇന്നലെ രാവിലെ. ആ, ഒരു സിഗരറ്റ് തരൂ ശങ്കര. പേടിയേ ഉള്ളല്ലോ. മതി, ഒന്ന് വലിച്ചോട്ടെ. പത്ത് 12 വർഷമായി ഒന്ന് പോലിച്ചിട്ട്. എന്താ ശങ്കര, IG മുതൽ താഴോട്ടുള്ളവരെല്ലാം തന്റെ സുഹൃത്തുക്കളല്ലേ? എന്നിട്ട് എന്തായി? വല്ലതും നടക്കുവോ? എന്താ അച്ഛാ സംഭവിച്ചത്? ഞാൻ പുറത്തു നിന്നാൽ പലർക്കും വിഷമമുണ്ടാവും. അവര് പറ്റിച്ച പണിയായത്. ആര് ഭരിച്ചാലും ഞാൻ സുരക്ഷിതനാണെന്ന് കരുതി ഇതെല്ലാം അഹങ്കരിച്ചു. എന്റെ കണക്കൂട്ടുകളൊക്കെ തെറ്റിപ്പോയി. ശേഖരൻ രാജിവെച്ചാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ ഇത്ര പെട്ടെന്നുണ്ടാവുമെന്ന് കരുതിയില്ല. വന്നത് വന്നു. ഇനി പറഞ്ഞിട്ടെന്ത് കാര്യം? ഫേസ് ചെയ്യണം. ആരാ അച്ഛാ ഇതിന്റെ പിന്നിൽ? അതൊക്കെ നീ എന്തിനറിയണം? നീ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല മോനെ. ആ രീതിയൊന്നും നിന്നെ ഞാൻ പഠിപ്പിച്ചിട്ടില്ലല്ലോ. അതൊന്നും ഉദ്ദേശിച്ചല്ല നിന്നെ വളർത്തിയത്. ആ കണക്കൊക്കെ ഞാൻ തീർത്തോളാം. മരിക്കുന്നവരെ ഇതിനകത്തിടാനൊന്നും ആർക്കും കഴിയില്ലല്ലോ. ഏതെങ്കിലും ഒരു വക്കീലിനെ കണ്ടാലോ? ജാമ്യം കിട്ടാത്ത വകുപ്പാടോ? ആരെ കണ്ടിട്ട് ഒരു കാര്യവുമില്ല. അല്ല, എന്നാലും അതിലൊന്നും കാര്യമില്ലടോ. രമ അറിഞ്ഞോ? ഇല്ല. നന്നായി. അറിഞ്ഞാൽ പോവാൻ വിഷമിക്കും. നീ തിരികെ പൊയ്ക്കോ. കോഴ്സ് മുടക്കണ്ട. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അകത്തായാലും നടക്കും. ഞാൻ പോകുന്നില്ല. പിന്നെ
കോഴ്സ് മുടങ്ങുന്നെങ്കിൽ മുടങ്ങട്ടെ, തിരിച്ചു പോകുന്നില്ലെന്ന് തീരുമാനിച്ചു. സമയമായി, ഒന്ന് വേഗം വേണം. എന്നാൽ നിങ്ങൾ വയ്ക്കോ. എന്തെങ്കിലും കൊടുത്തയക്കണോ? കുറച്ച് സിഗരറ്റ് വേണം, ഉം. കുറച്ച് കൊതുക് തിരി, ഉം. വല്ലാത്ത കൊതുക്. പിന്നെ ആശാനി ഒന്ന് വരാൻ പറയണം, ചില ഓഫീസ് കാര്യങ്ങൾ പറയാനുണ്ട്. നീ പോകുന്നില്ലേ പോണ്ട, നിന്റെ ഇഷ്ടം. ഒരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പൊ ഈ അറസ്റ്റ് കൊണ്ട് എല്ലാം അവസാനിക്കുന്നില്ല. പല രീതിയിലും പല ഭാഗത്തു നിന്നും പ്രശ്നങ്ങളുണ്ടാകും. പിടിച്ചു നിൽക്കാൻ നിനക്ക് കഴിയണം. എന്നെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന പലരുണ്ട്. അവരുടെ കാര്യം മറക്കരുത്. അപ്പൊക്കോ നിക്ക്. നീ ഒരു കുരുക്കിൽപ്പെട്ടിട്ടുണ്ടെന്നൊരു ന്യൂസ് കേട്ടു, ശരിയാണോ? നിനക്ക് ധൃതിയൊന്നുമില്ലല്ലോ. ഞാനൊന്ന് പുറത്തിറങ്ങിയിട്ട് പോരെ? അയ്യോ അച്ഛാ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ശങ്കര, ഓ, ഞാനങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് വക്കീലിനെ കാണാതെ ഒന്നും ഇരിക്കണ്ട. പിന്നെ വീട്ടിലിരിക്കുന്ന ആ തോക്കും തിരകളും എടുത്ത് മാറ്റി വയ്ക്കണം. എന്നാ നിങ്ങൾ പോയിക്കോ. ശരി. ഇത് ഞാൻ ആ ഗഫൂർ സാഹിബിനടുത്ത് അനന്തന് വാങ്ങിച്ചു കൊടുത്തതാ. വാങ്ങിച്ചു കൊടുത്തത് ഈ പുഴടി ഒന്ന് നിർത്തുവോ? അതിന് ലൈസൻസ് ഉള്ളതാണല്ലോ, പിന്നെന്തിനാ മാറ്റുന്നത്? ലൈസൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടെ വെക്കണ്ട. ചേച്ചി, ഓ, ഇതൊന്ന് പാക്ക് ചെയ്തേ. ഓ, ഓ. ഹലോ, അതെ, ആരെ? രമേ? അതെ, ഞാനാ. ചേട്ടൻ പോയിട്ട് ഒരു വിവരമില്ലല്ലോ. എന്താ ചേട്ടാ അവിടുത്തെ പ്രശ്നം? ഒന്നുമില്ല മോളെ, ഞാൻ ബിസിനസ് കാര്യത്തിന് വേണ്ടി വന്നതാ. ഞാൻ ഉടൻ വരും. വരുമെന്ന് പറഞ്ഞില്ലേ? അച്ഛൻ എവിടെയാ ചേട്ടാ? അച്ഛന് വിശേഷമൊന്നുമില്ല, ഇപ്പൊ വിടില്ല. ഏ, ഓഫീസിലോ? ശരി, ഞാൻ അന്വേഷിച്ചതായി പറയണം. ആ ശരി, പറയാം. ആ എന്താ എന്താ ആന്റണി? വീട്ടിൽ കിടക്കപ്പുറത്തില്ല സാറേ, 3-4 വട്ടമായി പോലീസുകാർ വരുന്നു. ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു റെയ്ഡ്. പെണ്ണുങ്ങളും കുട്ടികളും ഭയന്ന് വരച്ചിരിക്കുക. എന്തിനാ അവര് വന്ന്? പക വീട്ടാൻ. ഞങ്ങൾ അനന്തേട്ടന്റെ ആളുകളല്ലേ, അത് തന്നെ കാരണം. അവർ നിങ്ങളെ ഉപദ്രവിച്ചോ? ഉവ്വ്, വീണ്ടും വരുമെന്ന് ഭീഷണിപ്പെടുത്തിട്ടാ പോയിരിക്കുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യ്, ആണുങ്ങൾ കുറച്ച് ദിവസം മാറിയേക്ക്. ഞാൻ ആശാനോട് പറഞ്ഞേക്കാം, ഓഫീസിൽ പോയി പൈസ വാങ്ങിച്ചോ. ഓ, അങ്ങനെ എല്ലാവർക്കും മാറിയിക്കാൻ പറ്റില്ല. എനിക്കൊരു കമ്പനി ഉണ്ട്, അത് പൂട്ടിയിട്ടാൽ. നിവൃത്തിയില്ലാത്തവർ പോകണ്ട, ബാക്കിയുള്ളവർ മാറിയിക്കട്ടെ. തൽക്കാലം അതേ മാർഗമുള്ളൂ. സാറ് ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവുന്ന ഉറപ്പ് പറഞ്ഞാൽ ബാക്കി കാര്യം ഞങ്ങളേറ്റു. ഏയ് അതൊന്നും വേണ്ട, നിങ്ങൾ പൊയ്ക്കോളൂ. ഈ ആന്റണി കാരണോ മുതലാളിക്ക് ഗതി വന്നത്? തമ്പാ, പറ ആന്റണി, എന്തിനാ അച്ഛനെ അറസ്റ്റ് ചെയ്തത്? എനിക്കറിഞ്ഞുകൂടാ. അറിയാം, തനിക്കറിയാം. പറ. ഇവിടുത്തെ കാര്യമൊന്നും കുഞ്ഞിനോട് പറയരുതെന്ന് അനന്തേട്ടൻ പറഞ്ഞിരിക്കുന്നത്. താൻ പറയില്ലല്ലേ? പറയടോ, എന്തിനാ അച്ഛനെ അറസ്റ്റ് ചെയ്തത്? ആരാ അതിന്റെ പുറകിൽ? എനിക്കത് അറിയണം. പറയാതെ ഞാൻ തന്നെ വിടില്ല. പറ ആന്റണി, സ്വന്തം മോനല്ലേ ചോദിക്കുന്നത്. ഞാൻ പറയാം. കുഞ്ഞിന് അറിയാമോന്നറിയില്ല, കുറച്ചു കാലമായി അനന്തേട്ടനും ചേക്കുടി പ്രദേശം തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ തുടങ്ങിയിട്ട്. ചെറിയാൻ്റെയും മാത്യുവിൻ്റെയും അപ്പച്ചൻ മരിച്ചത് മുതൽ തുടങ്ങിയതാ. അവർ തമ്മിലുണ്ടായിരുന്ന പല ബിസിനസ് പാർട്ണർഷിപ്പും വേണ്ടെന്ന് വെച്ചു. കള്ളക്കടത്തിൽ മറ്റും അനന്തേട്ടനുണ്ടായിരുന്ന താല്പര്യം കുറഞ്ഞതും അവർക്ക് വൈരാഗ്യം ഉണ്ടാക്കി തീർത്തു. അവർക്കതൊക്കെ തനിയെ കൊണ്ടു നടക്കാനുള്ള കഴിവുമില്ല. ഒരിക്കൽ അനന്തേട്ടൻ അവരെ കാണാൻ ചെന്നു. ഞാൻ അവസാനമായി പറയാണ്, നിങ്ങളുടെ അപ്പൻ എൻ്റെ സുഹൃത്തായിരുന്നു. പല ബിസിനസ്സിലും ഞങ്ങൾ പങ്കുകാരും. ഒരഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ ഒരു 10-20 വർഷം ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞു. അവൻ മരിച്ചു. ഇപ്പോ നിങ്ങളോട് ഒത്തുപോകാൻ എനിക്കാവില്ല. അതുകൊണ്ട് ഞാൻ ഒഴിഞ്ഞു മാറി. വൈരാഗ്യം തീർക്കാൻ നിങ്ങൾ പലതും ചെയ്തു. ഞാൻ ക്ഷമിച്ചു, സഹിച്ചു. ഒന്നുമില്ലേലും രണ്ടിനെ ഈ ചുമലിൽ ചുമന്ന് നടന്നിട്ടുള്ളതാണല്ലോ. പക്ഷേ എന്റെ ക്ഷമയ്ക്ക് ഒരു അതിരുണ്ട്. നിങ്ങൾക്ക് ആവശ്യം പോലെ വേറെ സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ ആകാമല്ലോ ഷോപ്പിംഗ് കോംപ്ലക്സും ഹോട്ടലും ഒക്കെ. ആന്റണിയെ വെറുതെ ഉപദ്രവിക്കാതിരിക്കെ
ഞങ്ങളുടെ സ്ഥലത്ത് ഞങ്ങൾ മണിമാളികയോ പാട്ടക്കക്കസോ പണിയും. അത് ഞങ്ങളുടെ ഇഷ്ടം. എന്റെ അപ്പം പാവമായിരുന്നുകൊണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും റാം മോള് കേൾക്കുമായിരുന്നു. അത് താൻ മുതലെടുത്തു. തനിക്ക് സ്വന്തമായിട്ട് ഫാക്ടറി ഉണ്ടായി, മകള് പരീക്ഷ കഴിഞ്ഞവരും പ്രാക്ടീസ് ചെയ്യാൻ ഹോസ്പിറ്റൽ, സ്കൂൾ മാനേജ്മെന്റ്, അങ്ങനെ എന്തെല്ലാം. ഞാൻ കന്തസായിട്ട് പുറത്തന്നെ പറയാം എന്തുകൊണ്ട്. നിനക്കൊക്കെ എന്ത് യോഗ്യതയുണ്ടോ അതിനുള്ളതുണ്ട്. പിന്നെ നിന്റെ അപ്പനെ ഞാൻ മുതലെടുത്തോ ഇല്ലയോ എന്ന് അത് നിന്നെ ഒന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് ആവശ്യമില്ല. മനസ്സിലായോ? അതിനുശേഷം പലപ്പോഴും പല സ്ഥലത്ത് വെച്ചും അവർ തമ്മിൽ വാക്കുതർക്കങ്ങളുണ്ടായി. ആഭ്യന്തരമന്ത്രി ശേഖരൻ അനന്തേട്ടൻ്റെ ഉറ്റ സുഹൃത്തായതുകൊണ്ടായിരിക്കണം നേരിട്ടൊരു ബലപ്രയോഗത്തിന് അവർ തയ്യാറാവത്. ഇതിനിടയ്ക്ക് അവരുടെ സ്ഥലത്തിരുന്ന എൻ്റെ കമ്പനി പൊളിച്ചു മാറ്റുമെന്ന് പറഞ്ഞ് അവരെന്നെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. അനന്തേട്ടനായിരുന്നു ആകെ എനിക്കൊരു ധൈര്യം. പെട്ടെന്നാണ് സംഭവമാകെ തിരിഞ്ഞു മറിഞ്ഞത്. ആഭ്യന്തരമന്ത്രി ശേഖരൻ രാജിവെക്കും എന്നൊരു ശ്രുതി പരന്നു. അത് അവർക്കൊരു ധൈര്യമായി. ഏതോ കാര്യത്തിന് അനന്തേട്ടനും മന്ത്രിയും കൂടി ബാംഗ്ലൂർക്ക് പോയപ്പോൾ ചേക്കുടി മാത്യുവും